ആ ഭാഗ്യം കിട്ടാൻ വേണ്ടി എല്ലാവരും അത്ര പരിശ്രമപ്പെടുന്നതാണ്. രഥത്തിൽ ആരൂഢളായിട്ടുള്ള ദേവിയെ നമ്മൾ ദർശനം ചെയ്താൽ ഇപ്പോൾ അങ്ങ് മഹാരഥോത്സവത്തിന്റെ കാര്യം പറഞ്ഞു. ദേവിയുടെ കാണാനായിട്ട് ഒരുപാട് ആളുകള് അന്നത്തെ ദിവസം ദേവീനെ ഒന്ന് കാണണം, രഥത്തിലൊന്ന് തൊടണം, ദേവിയോടൊപ്പം ദേവിയുടെ എന്താ പരികർമ്മത്തിൽ കൂടണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് ഭക്തരുണ്ട്. അപ്പൊ ദേവിയുടെ ആ രഥോത്സവത്തിനെ കുറിച്ച്, ആ ഉത്സവത്തിന്റെ ഒരു രീതികളെ കുറിച്ച്, പ്രധാന ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച്, പ്രത്യേകതകളെ കുറിച്ചും കൂടി ഒന്ന് വിവരിച്ച് പറഞ്ഞുതരാമോ? അതെ, മൂകാംബിക്കയിൽ എല്ലാ ഉത്സവങ്ങളും ഉണ്ട്. അതിൽ വിശേഷ ഉത്സവ എന്നാൽ നവരാത്രി ഉത്സവ, പിന്നെ വാർഷികോത്സവ. അതിൽ നവരാത്രിയിൽ നവമിക്ക് രഥോത്സവമുണ്ട്. അത് ഉള്ളിൽ വെച്ച് ഒരു വിഗ്രഹം കൊണ്ട് രഥോത്സവമാണ്. വാർഷികോത്സവത്തിൽ 2 ഉത്സവ വിഗ്രഹങ്ങളുണ്ട്. അതിന് പണ്ടേ ഒരു സ്റ്റോറി ഉണ്ട്. എന്തിന് മൂകാംബിക്കയിൽ 2 ഉത്സവ വിഗ്രഹം വന്നിട്ട്, അത് ഒരു വിഗ്രഹം റോബറി ആയിട്ട് പിന്നെ അവനിക്ക് അത് കൊണ്ടുപോവാൻ പറ്റില്ലാത്ത അത് സൗപർണിക്കയിൽ അവന് വിട്ട് പിന്നെ ഉത്സവ വിഗ്രഹം ഇല്ലാത്ത പുതിയ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അത് അവഭൃത സ്നാനത്തിൽ ഈ വിഗ്രഹം മുങ്ങി എണിക്കുമ്പോൾ പിന്നെ ഒരു വിഗ്രഹം കയ്യിൽ കിട്ടി. അങ്ങനെ 2 ഉത്സവം വിഗ്രഹം വാർഷികോത്സവത്തിൽ എന്നിട്ട് അന്നു മുതൽ സമ്പ്രദായം. ആ വാർഷികോത്സവം പുറത്തുള്ള ബ്രഹ്മരഥത്തിൽ ആവുന്നതാണ്. അത് രഥബീതിയിൽ ಅಂದ್ರೆ പുറത്തുള്ള ബീതിയിൽ ആ രഥത്തിൽ ആവുന്നത്. രഥത്തിൽ ഇരിഞ്ഞ ദേവിയെ കണ്ടാൽ പുനർജന്മം നവിദ്യത്തെ എന്നിട്ട്. രഥത്തിൽ ആരൂഢളായിട്ടുള്ള ദേവിയെ നമ്മൾ ദർശനം ചെയ്താൽ അവനിക്ക് പിന്നെ പുനർജന്മം ഇല്ല, പാപങ്ങൾ തീർന്നു എന്നിട്ട് ആഗമശാസ്ത്ര പറയുന്നതാണ്. ആ ഭാഗ്യം കിട്ടാൻ വേണ്ടി എല്ലാവരും അത്ര പരിശ്രമപ്പെടുന്നതാണ്. പക്ഷെ ഇപ്പോൾ അറിഞ്ഞില്ല, എല്ലാ ഫാഷനായിട്ട് വരും. പിന്നെ ആ രഥത്തിൽ ഇറങ്ങുന്ന നാണ്യങ്ങൾ എടുക്കാനും ഒരുപാട് തിരക്കാണ്. ആ സുവർണ വൃഷ്ടി എന്നിട്ട് പണ്ടേ രാജകാലത്തിൽ സുവർണത്തിൻ്റെ നാണ്യങ്ങൾ അമ്മയ്ക്ക് വെച്ച് പൂജിച്ച നാണ്യങ്ങൾ ഇറങ്ങുമായിരുന്നു. അത് ആ നാണ്യങ്ങൾ നമ്മൾ പൂജാമുറിയിൽ വെച്ച് മഹാലക്ഷ്മി സാന്നിധ്യം വന്നിട്ട് പൂജ ചെയ്യുന്ന പണ്ടേ കാലത്തെ സിസ്റ്റം ഇപ്പോൾ ഉള്ള നാണ്യങ്ങൾ വെച്ച് പൂജിച്ചിട്ട് അത് ഭക്തജനങ്ങൾക്ക് സുവർണ വൃഷ്ടിയായിട്ട് നമ്മൾ ചാടിക്കും. അത് രഥോത്സവ കഴിഞ്ഞിട്ട് അത് എടുക്കാനും ഒരുപാട് ആൾക്കാർ വരും. ദർശനത്തിൻ്റെ മാത്രമല്ല, അത് പ്രസാദ രൂപത്തിൽ എടുത്ത്. യഥാർത്ഥത്തിൽ രഥത്തിൽ ഇരിഞ്ഞ ദേവി നമുക്ക് സർവസൗഭാഗ്യപ്രദായിനി എന്നിട്ട് അർത്ഥ. ಸಂತಾನ ಇಲ್ಲದವರಿಗೆ ಸತ್ಸಂತಾನ ಭಾಗ್യം കൊടുക്കുന്ന സ്വരൂപിണിയായിട്ട്, ദാരിദ്ര്യമുള്ളവനിക്ക് ദാരിദ്ര്യ നിവൃത്തി ചെയ്ത് സർവൈശ്വര്യ പ്രധാനിയായിട്ട്, സർവരോഗങ്ങളുള്ളവനിക്ക് സർവരോഗങ്ങൾ നിവൃത്തി ചെയ്ത് ക്ഷിപ്ര ആരോഗ്യം കൊടുക്കുന്ന ദേവിയായിട്ട്, പിന്നെ ദൗർഭാഗ്യമുള്ള ആ ആയിട്ടുള്ള വ്യക്തിക്ക് എല്ലാ ദൗർഭാഗ്യങ്ങൾ നീങ്ങി സർവഭാഗ്യപ്രദായിനിയായിട്ടുള്ള ദേവി. പിന്നെ മോക്ഷപ്രദായിനിയായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ആ രൂപ എന്നിട്ട് രഥത്തിലുള്ള ദേവിയ ദർശനത്തിൻ്റെ ഒരു പ്രാധാന്യം. അതിനെ കൊണ്ട് രഥത്തിൽ വിശേഷമായിട്ടുള്ള നമ്മൾ ജന്മത്തിൻ്റെ ദോഷങ്ങൾ നിവൃത്തിയാകുവാനിട്ടുള്ള സങ്കല്പം. അതിനു വേണ്ടി രഥോത്സവം നോക്കണം. വർഷത്തിൽ നടക്കുന്ന രഥോത്സവം കണ്ടാൽ വർഷത്തിൻ്റെ പൂർണ്ണ ഫലം ആ ദർശനത്തിൽ കിട്ടും എന്ന് പറയാൻ.